കുറച്ച് സാമ്പാർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ തരാം. പപ്പടം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ആ തരാലോ അമ്മേ. മാവേലിക്ക് കുറച്ച് അവിയല് വേണമായിരുന്നു. എല്ലാം കൊള്ളാം. കുറച്ച് പോത്തിറച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായിരുന്നു. മറ്റുള്ളവരെ നാണം കെടുത്താതെ ഒന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ. അവളൊരു അഭിമാന കന്യക കച്ചട. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് പോയാ മതി. കേട്ടോ രാധമ്മേ? ആഹാരം കഴിക്കുമ്പോൾ മിണ്ടരുതെന്ന പ്രമാണം. ഭക്ഷണം തലയിൽ കയറും. അമ്മേ എന്തു കുഴപ്പമുണ്ട്? ആ ദീപക് ചതിയനാ. രാജുവിന്റെ അടുത്ത് അവന്റെ ചതിയൊന്നും നടക്കില്ല. എന്റെ മോള് സമാധാനായിട്ടിരുന്നു. ഈ കഥകളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവനെ കഥകളി പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. അതൊരു ദേവകലയാ. അസുരന്മാർക്ക് ചേർന്ന പണിയല്ല. പിന്നെ ഈ കഥകളി കാണാൻ ഞാൻ എല്ലാ അമ്പലത്തിലും പോകുമായിരുന്നു. ഈ വധമാണല്ലോ കഥ. കീചകവധം, ദുര്യോധനവധം. പിന്നെ ഞാൻ ആ മുൻനിരയിൽ തന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങും. നേരം വെളുക്കുമ്പം ആൾക്കാരുടെ ഒരു കൂകിവിളിയുണ്ട്. ആ സമയത്ത് ഞാൻ ചാടി എണീറ്റ് അങ്ങ് പോവും. നാട്ടുകാരെടുത്ത് വധിക്കാതിരുന്നത് നന്നായി. ഒന്ന് പറ. ആ നീ പോവാനോടി? എനിക്കൊരു തലവേദന. ഭർത്താവ് വഴക്ക് പറഞ്ഞ ഏത് ഭാര്യയ്ക്കും ഉണ്ടാകുന്ന തലവേദന ഇത്. എന്നെ എന്റെ പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞ. പുള്ളിക്കാരനാരാ? അയ്യോ എന്റെ കെട്ടിയോയെ. അല്ല, പാലാക്കാരൻ, കൊട്ടക്കാരൻ, വട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ ചിലയിടത്ത് ചിലരുടെ പേരുകളാ. അതാ ഞാൻ സംശയിച്ചത്. അല്ല, അച്ഛൻ വഴക്ക് പറഞ്ഞപ്പോ രാധമ്മയ്ക്ക് തലവേദന വന്നു.
എന്റെ പുള്ളിക്കാരൻ എന്നെ വഴക്ക് പറഞ്ഞ എനിക്ക് ചുഴലി വരും. ചുഴലിയോ? ചുഴലിയോ? ആ ആ ഭ്രാന്ത് വട്ടെന്നൊക്കെ പറയും. എന്നിട്ട് അച്ഛനെ എടുത്തിട്ടിരിക്കും. അളിയിച്ചിരിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യ. ഭാര്യ ഭർത്താവിനെ എടുത്തിട്ട് കൊട്ടാനുള്ള ഒരു വീക്ക് ചെണ്ടയല്ല. അത് ഓർത്തിരുന്ന എല്ലാവർക്കും നല്ലത്. അവരെനിക്കിട്ട് കൊട്ടിയിട്ടാണല്ലോ പോയത്. അവരെനിക്കിട്ട് കൊട്ടി കൊട്ടി മടുത്തു. അച്ഛൻ വിട്ടുകളാ. പഠിച്ചു.